തലനീരിറക്കം കൊണ്ടാണ് വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കഴുത്തുവേദനയ്ക്കും അതേ തുടർന്നുള്ള തലവേദനയ്ക്കും മറ്റു ബുദ്ധിമുട്ടുകൾ കാരണം എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണോ? എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കാം. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. കാര്യം കഴുത്തുവേദനയായിട്ട് വരുമ്പോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ പല ആളുകളും പറയാറുണ്ട് എനിക്ക് തലനീരിറക്കത്തിന്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് അസസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അത് പ്രധാനമായിട്ടും പോസ്റ്റർ റിലേറ്റഡ് ആണ് എന്നുള്ളത്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഒരുപാട് സമയം പഠിക്കാനൊക്കെ ആയിട്ട് ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ബോഡി പോസ്ചർ മാറുകയാണ്. മെല്ലെ നെക്ക് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് ഫോർവേഡ് വരികയാണ്. അങ്ങനെ കുറേ സമയം ഇരിക്കുന്നു. ഇപ്പോൾ IT പ്രൊഫഷണൽസോ ബാങ്കിലോ അല്ലെങ്കിൽ ഓഫീസ് ജോലിക്കാരൊക്കെ ആണെങ്കിൽ അവരാദ്യം സ്ട്രെയിറ്റ് ആയിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഇരിക്കും. പിന്നെ വർക്കിൽ അങ്ങ് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ബോഡി പോസ്ചർ ചേഞ്ച് ആവാണ്. പ്രധാനമായിട്ടും ഫോർവേഡ് ഹെഡ് പോസ്ചർ വരാണ്. അതായത് തല കുറച്ചും കൂടെ ഫോർവേഡ് ലെവലിലോട്ട് ഇതുപോലെ വരുന്നു. ഇനിയിപ്പോൾ ജോലി അങ്ങനത്തെ അധികം ഇല്ലാതെ സാധാരണ ആളുകൾക്കായാലും ഒരുപാട് സമയം ഫോൺ, റീൽസ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് അനുഭവം ഉണ്ടായിരിക്കും. കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ എടുക്കായാലും പതുക്കെ ആ റീൽസിൽ നമ്മളങ്ങ് എൻഗേജ് ആയിട്ടിരിക്കുന്ന ചിലപ്പോൾ 5-10 മിനിറ്റ്, ചിലപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ഇരുന്നെന്ന് വരാം. അങ്ങനെ ഇരിക്കുമ്പോഴായാലും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡി പോസ്ചർ മാറുകയാണ്. അതായത് ഫോർവേഡ് ഹെഡ് പോസ്ചറിലേക്ക് മാറുകയാണ്. അപ്പൊ ഈ ഫോർവേഡ് ഹെഡ് പോസ്ചറിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് മസിൽസ് ആണ് നമ്മുടെ ഹെഡിന്, നമ്മുടെ തലയ്ക്ക് ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ഈ ഫോർവേഡ് ഹെഡ് പോസ്ചറിൽ ഇരിക്കുന്നത് കാരണം നമ്മുടെ നെക്ക് മസിൽസിലേക്ക് കൂടുതൽ വെയിറ്റ് വരികയും കൂടുതൽ ലോഡ് വന്ന് ആ മസിൽസ് ടൈറ്റ്നെസ്സിലേക്ക് പോവുകയും ചെയ്യും. ആ മസിൽസ് ടൈറ്റ്നെസ്സിലേക്ക് പോയി ലേറ്റർ സ്റ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് അവിടെ ട്രിഗർ പോയിന്റ്സ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് തലവേദന, അതായത് സെർവിക്കോജനിക് ഹെഡേക്ക്, അതുപോലെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസിനൊക്കെ ആയിട്ട് ഇവിടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായി അസസ് ചെയ്ത് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇലക്ട്രോ തെറാപ്പി, മാനുവൽ തെറാപ്പി, എക്സസൈസ് തെറാപ്പി ഇവയെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള സെഷൻസ് ആയിരിക്കും ഇവിടെ പോകുന്നുണ്ടാവുക. ഇവിടെ വന്ന് സെഷൻസ് എടുത്തുകൊണ്ട് മാത്രം എല്ലാം ക്ലിയർ ആവണം എന്നില്ല. സെഷൻസിന് ശേഷം ഇവിടെ നിന്ന് അഡ്വൈസ് ചെയ്യുന്ന എർഗണോമിക് അഡ്വൈസസ്, അതായത് നിങ്ങളുടെ ആ ഒരു വർക്ക് സ്റ്റേഷൻ മോഡിഫിക്കേഷൻ, അത് വളരെ കൃത്യമായി പാലിച്ചു പോയാൽ മാത്രമേ, അതായത് നിങ്ങളുടെ ഇരിപ്പ്, അതായത് ഡെസ്ക്ടോപ്പിന്റെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ബെഞ്ച് എങ്ങനെ ഇരിക്കണം, ഹൈറ്റ് എങ്ങനെ വെക്കണം, ബുക്സ് വായിക്കുകയാണെങ്കിൽ എത്രത്തോളം ഹൈറ്റിൽ വെക്കണം എന്ന് വളരെ കൃത്യമായി തരുന്ന ആ അഡ്വൈസ് അത് പാലിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.